നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലിയിൽ സാധാരണമായി കണ്ടുവരുന്ന ഒന്നാണ് സ്ട്രെസ് ഈറ്റിംഗ് അഥവാ മാനസിക സമ്മർദ്ദം കാരണം ഭക്ഷണം കഴിക്കുന്നത്. പലപ്പോഴും ആളുകൾക്ക് താൻ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാറില്ല. സന്തോഷം, ദുഃഖം, ദേഷ്യം, ഉത്കണ്ഠ തുടങ്ങിയ വൈകാരിക അവസ്ഥകളിൽ ആശ്വാസം കണ്ടെത്താനായി ഭക്ഷണം കഴിക്കുന്നതിനെയാണ് സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരം കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകൾ പുറത്തുവിടും. ഇത് വിശപ്പ് വർദ്ധിപ്പിക്കുകയും മധുരവും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കാനുള്ള ആസക്തി കൂട്ടുകയും ചെയ്യും. ഇത്തരം ഭക്ഷണങ്ങൾ താൽക്കാലികമായി സന്തോഷം നൽകുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്ട്രെസ് ഈറ്റിംഗ് ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഒന്നാമതായി, വിശപ്പില്ലാതിരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുക. സന്തോഷം കണ്ടെത്താനായി ഭക്ഷണം കഴിക്കുക. അമിതമായി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറ്റബോധം തോന്നുക. പ്രധാനമായും മധുരവും ജങ്ക് ഫുഡും കഴിക്കാൻ തോന്നുക. ഭക്ഷണം കഴിക്കുന്നത് ഒരു ആശ്വാസമായി തോന്നുക. സ്ട്രെസ് ഈറ്റിംഗ് ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അതെ. ഇങ്ങനെ അമിത ഭക്ഷണം കഴിക്കുന്നത് അമിതമായി വണ്ണം കൂടാനും പ്രമേഹം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവാം. കൂടാതെ ഇത് വൈകാരിക ആരോഗ്യവും തകരാറിലാക്കുകയും ചെയ്യും. ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു വഴി, നിങ്ങൾക്ക് എപ്പോഴാണ് സ്ട്രെസ് ഈറ്റിംഗ് വരുന്നത് എന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെ മാനസിക സമ്മർദ്ദം വരുമ്പോൾ നിങ്ങൾ ഭക്ഷണം അമിതമായി കഴിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. കഴിക്കുന്നുണ്ടെങ്കിൽ സമ്മർദ്ദം കുറയ്ക്കാൻ ഭക്ഷണത്തിന് പകരം മറ്റു മാർഗങ്ങൾ കണ്ടെത്തുക. ഇതിന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ വ്യായാമം ചെയ്യുക, സംഗീതം കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, കൂട്ടുകാരുമായി സംസാരിക്കുക, ധ്യാനം പരിശീലിക്കുക തുടങ്ങിയവയാണ്. അതുപോലെ വീട്ടിലെ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. പഴങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് എന്നിവ കരുതി വയ്ക്കുക. അതുപോലെ ഭക്ഷണം സാവധാനമായി ചവച്ചരച്ച് കഴിക്കുക. ഇത് നിങ്ങൾക്ക് വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കാൻ സഹായിക്കും. ഇതിലും നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെയോ ഒരു കൗൺസിലറെയോ സമീപിക്കുന്നത് നല്ലതാണ്. അവർ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകി നിങ്ങളെ സഹായിക്കും. മാനസിക സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിലുടനീളം ഏതെങ്കിലും സമയത്ത് വരാൻ സാധ്യതയുള്ള ഒന്നാണ്. അതിനെ അമിത ഭക്ഷണത്തിലൂടെ ആരോഗ്യ പ്രശ്നമാക്കി മാറ്റാൻ നിൽക്കരുത്. നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ഇതിനെ മറികടന്ന് നല്ല ആരോഗ്യം നിലനിർത്താൻ ശ്രമിക്കുക.